വെളുപ്പിന് UAE സമയം 3:30 ദുബായിൽ നിന്നും പുറപ്പെട്ട എയർബസ് 380 എമിറേറ്റ്സ് EK7 വിമാനം 8 മണിക്കൂർ പറന്ന് ലണ്ടൻ സമയം 7:30 ലണ്ടൻ ഹീത്രോ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. Our Emirates flight from Dubai landed at Heathrow Airport in London at 7:30 AM after an 8-hour voyage. പുറത്തിറങ്ങി യൂബർ ടാക്സി വിളിച്ച് നഗരമധ്യത്തിലെ പിക്കാഡ്ലി സർക്കസ് സ്ക്വയറിനടുത്ത് ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് തിരിച്ചു. We are heading to our hotel in Piccadilly Square. ലണ്ടൻ നഗരത്തിൽ ഏറ്റവും ചിലവേറിയതും തിരക്കേറിയതുമായ ഒരു സ്ഥലമാണ് പിക്കാഡ്ലി സർക്കസ് സ്ക്വയർ. ടൂർ ഓപ്പറേറ്റർമാർ, ബസ് സർവീസുകൾ, ലോകപ്രശസ്തമായ ലണ്ടൻ ട്യൂബ് എന്നിവയൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെയുണ്ട്. 1863 ആരംഭിച്ച ഭൂഗർഭ യാത്രാ സംവിധാനമാണ് ലണ്ടൻ ട്യൂബ്. 160 വർഷങ്ങൾക്ക് ഇപ്പുറം ഇപ്പോഴും അത് ഏറ്റവും കൃത്യതയോടും കാര്യക്ഷമതയോടും കൂടി പ്രവർത്തിക്കുന്നു. London Tube is the most convenient and inexpensive way to reach any part of London city. ഇപ്പോൾ ബക്കിംഗ്ഹാം പാലസ് കാണുവാൻ പോകുന്നു. 1837 മുതൽ രാജവാഴ്ചയുടെ ആസ്ഥാനമാണ് ഇവിടം. Buckingham Palace became the primary residence of the royal family and she was the first monarch to reside there. കൊട്ടാരത്തിന് മുൻഭാഗത്ത് വിക്ടോറിയ മെമ്മോറിയൽ കാണാം. വിക്ടോറിയ രാജ്ഞിക്ക് വേണ്ടി 1911 തോമസ് ബ്രോക്ക് എന്ന ശില്പി നിർമ്മിച്ചതാണ് ഈ സ്മാരകം. Unfortunately, due to bad weather, the changing of guard ceremony was cancelled. കൊട്ടാര വളപ്പിലെ ചേഞ്ച് ഓഫ് ഗാർഡ് കാണാൻ എല്ലാവരും അക്ഷമരായി കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ മഴയ്ക്കുള്ള സാധ്യത ഉള്ളതിനാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. We walked around the Victoria Memorial in front of the palace gate. It is indeed a beautiful monument. അധിക നേരം അവിടെ ചിലവഴിച്ച് സമയം കളയേണ്ടെന്ന് തീരുമാനിച്ചു. വിക്ടോറിയ മെമ്മോറിയൽ എന്ന മനോഹരമായ സ്മാരകം ഒന്നുകൂടി വലം വെച്ച് കണ്ട് തിരികെയുള്ള ബസ്സിൽ കയറി. പിറ്റേ ദിവസം നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഒരു ടൂറാണ്. We have plans to visit Windsor Castle, Stonehenge and Oxford University on our next day's itinerary. അവിടെ എത്തുമ്പോൾ വിൻസർ ആൻഡ് എറ്റോൺ റെയിൽവേ സ്റ്റേഷനിൽ ക്യൂൻ ലോക്കോമോട്ടീവ് എന്ന തീവണ്ടിയുടെ പൂർണ്ണകായ മാതൃക പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. A complete model of the Queen locomotive train is on display at Windsor and Euston railway station. വ്യാവസായിക വിപ്ലവം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന കാലത്ത് 1842 വിക്ടോറിയ രാജ്ഞി തീവണ്ടിയിൽ ആദ്യ യാത്ര നടത്തി. Victoria, who was the first British monarch to travel by rail, made her first trip on June 13, 1842. ലണ്ടനിൽ നിന്നും വിൻസർ കൊട്ടാരത്തിലേക്കും തിരിച്ചും ആയിരുന്നു യാത്ര. അന്ന് വിക്ടോറിയ രാജ്ഞി സഞ്ചരിച്ചിരുന്ന തീവണ്ടിയുടെ മാതൃകയാണ് ഇത്. വിൻസർ കൊട്ടാര പരിസരത്ത് കയറാൻ ടിക്കറ്റ് എടുക്കണം. നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ടൂർ ആയതിനാൽ ടൂർ കമ്പനി അതൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും നല്ല തിരക്കാണ്. ഘട്ടം ഘട്ടമായി മാത്രമേ ഉള്ളിലേക്ക് കടത്തിവിടുകയുള്ളൂ. We experienced light shower when we went to Buckingham Palace yesterday, but it's pouring today. തലേ ദിവസം ബക്കിംഗ്ഹാം കൊട്ടാരം കാണാൻ പോയപ്പോൾ മഴക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട്. ടൂർ ഏജൻസി തന്ന മഴക്കോട്ടിനുള്ളിൽ ഞങ്ങൾ കയറിക്കൂടി. For close to 1,000 years, Windsor Castle has been the family home of British kings and queens, making it the oldest and largest inhabited castle in the world. ഇപ്പോഴും ആൾതാമസമുള്ള ലോകത്തിലെ ഏറ്റവും പഴയ കൊട്ടാരമാണ് വിൻസർ കാസിൽ. ബർക്ക്ഷയറിലാണ് ഈ കൊട്ടാരം നിലകൊള്ളുന്നത്. 11-ാം നൂറ്റാണ്ടിൽ വില്യം ദി കോൺക്കറർ ആണ് ഈ കോട്ട നിർമ്മിച്ചത്. രാജകീയ മന്ദിരം എന്ന നിലയിലായിരുന്നില്ല, മറിച്ച് പ്രതിരോധ സന്നാഹങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചത്. William the Conqueror began construction of this castle at Windsor. Completion took 16 years. At that time, it was utilized as a defensive base. ശക്തമായ കോട്ട മതിലുകളും കിടങ്ങുകളും നിരവധി വഴികളും തന്ത്രപരമായി നിർമ്മിച്ച കോട്ടവാതിലുകളും ഒക്കെ കാണാം.
കോട്ടയ്ക്ക് ഉൾവശം അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. We wandered around the castle to take in the enormous walls and trenches underneath them. ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ പലരെയും അടക്കം ചെയ്തിരിക്കുന്നത് വിൻസർ കാസലിലാണ്. St. George's Chapel at Windsor Castle contains the graves of British royal family members, including Henry VIII and Queen Elizabeth II. മനോഹരമായ ഒരു പ്രദേശവും അതിസങ്കീർണമായ ഒരു കോട്ടയും സന്ദർശിക്കുകയും കാണുകയും ചെയ്യുന്നതിലുപരി അതിനു പുറകിലുള്ള ചരിത്രങ്ങൾ അറിയുന്നതോ രാജകുടുംബങ്ങളുടെ കാര്യങ്ങൾ വിവരിക്കുന്നതോ അത്ര സുഖകരമായ ഒരു വിഷയമല്ലാത്തതിനാൽ കാഴ്ചകൾ മാത്രം കണ്ടു മടങ്ങാമെന്ന് കരുതി ഞങ്ങൾ ചുറ്റി നടക്കുകയാണ്. വിൻസർ കൊട്ടാരത്തിൽ ആഴ്ചയിൽ 3 ദിവസം ഗാർഡ് ചേഞ്ച് എന്ന ചടങ്ങ് നടക്കുന്നുണ്ട്. We are eagerly waiting to see the guard changing ceremony taking place inside the castle today, but the ceremony is likely to be cancelled due to the heavy rain and drizzle. വളരെ വർണ്ണാഭമായ ഒരു കാഴ്ചയാണ് ഗാർഡ് ചേഞ്ച്. കുറച്ച് കാവൽക്കാർ മഴക്കോട്ടൊക്കെ ധരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സന്ദർശകരെ ഗൗനിക്കുക പോലും ചെയ്യാതെ അവർ പുറത്തേക്ക് നടന്നുപോയി. A small group of guards circled the ground and departed through the exit. കോട്ടയുടെ ഒരു വശത്തേക്ക് നടന്നു. അവിടെ പീരങ്കിയും മറ്റും സ്ഥാപിച്ചിരിക്കുന്ന ഭാഗങ്ങളും അതിന് താഴെയായി കിടങ്ങും വിശാലമായ കാടുമൊക്കെയും കാണുന്നുണ്ട്. മുന്നിൽ നിന്ന് കാണുന്നതിനേക്കാൾ വളരെ വലിപ്പമുള്ള ഒരു കൊട്ടാരമാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. We walked towards the bus parking area. ഗൈഡ് പറഞ്ഞ സമയത്തിന് ബസ്സിനടുത്ത് എത്തിച്ചേരണം. അതുകൊണ്ട് എല്ലാവരും ധൃതി പിടിച്ച് തിരികെ നടക്കുകയാണ്. ഏറിയാൽ 5 മിനിറ്റ് അവർ കാത്തു നിൽക്കും. ആരെങ്കിലും എത്തിയില്ലെങ്കിൽ അവർ ബസ് വിടും. Our next destination is the historical, mysterious and famous Stonehenge, which is located in Salisbury. ഇനി പോകുന്നത് വിൽഷയർ എന്ന കൗണ്ടിയിലെ സാലിസ്ബറി പട്ടണത്തിലെ വിശാലമായ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്ന സ്റ്റോൺഹെഞ്ച് എന്ന മഹാശിലാസ്മാരകം കാണാനാണ്. Stonehenge is perhaps the world's most famous prehistoric monument. It was built in several stages. The first monument was an early henge monument built about 5,000 years ago, and the unique stone circle was erected in the late Neolithic period about 2500 BC. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്രാതീത സ്മാരകമാണ് സ്റ്റോൺഹെഞ്ച്. ഇത് പല ഘട്ടങ്ങളിലായിട്ടാണ് നിർമ്മിച്ചത്. ആദ്യത്തെ സ്മാരകം 5000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. കൂടാതെ നവീന ശിലായുഗ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ BCE 2500 വൃത്താകൃതിയിൽ അവിടെ വലിയ ശിലകൾ സ്ഥാപിച്ചു. വെങ്കല യുഗത്തിൻ്റെ തുടക്കത്തിൽ അതിന് സമീപത്തായി നിരവധി കുഴിമാടങ്ങൾ നിർമ്മിക്കപ്പെട്ടു. Though there is no definite evidence as to the intended purpose of Stonehenge, it was presumably a religious site and an expression of the power and wealth of the chieftains, aristocrats and priests who had it built. തിരികെ ബസ്സിനടുത്തേക്ക് നടക്കുകയാണ്. തുറസായ സ്ഥലത്ത് ആട്ടിൻപറ്റം പുല്ല് മേഞ്ഞ് നടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്തമാണ്. യാത്ര തുടരുന്നു. ഇനി പോകുന്നത് അതിപ്രശസ്തമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സന്ദർശിക്കുവാനാണ്. Oxford University is our next destination. The bus was parked near the Martyrs Memorial in Oxford. ബസ് ഒരല്പം ദൂരെ നിർത്തി. അവിടെ നിന്നും നടന്നാണ് പോകേണ്ടത്. തെരുവിൽ ഒരു രക്തസാക്ഷി മണ്ഡപം കാണാം. 3 പ്രൊട്ടസ്റ്റന്റ് വൈദികരുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ സ്മാരകം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. The Martyrs Memorial commemorates the deaths of 3 prominent Protestant church leaders known as the Oxford Martyrs during Queen Mary's reign. ഞങ്ങൾ നടന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പരിസരത്ത് എത്തി. നമ്മുടെ മനസ്സിൽ ഉള്ളതുപോലെ ഒരു വലിയ മതിൽക്കെട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ധാരാളം കെട്ടിടങ്ങളോട് കൂടിയ ഒരു യൂണിവേഴ്സിറ്റി അല്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഇതൊരു കേന്ദ്രീകൃത സർവകലാശാലയല്ല. മധ്യ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ്
പട്ടണത്തിലെ 39 കോളേജുകളുടെയും ഗ്രന്ഥാലയങ്ങളുടെയും ഗവേഷണ സ്ഥാപനങ്ങളുടെയും സമാഹൃത സംവിധാനമാണ് ഇത്. 39 semi-autonomous constituent colleges make up the University of Oxford. The University of Oxford experienced rapid growth from 1167 onwards due to the ban on English students from attending the University of Paris by Henry II. 1096 മുതൽ തന്നെ ഓക്സ്ഫോർഡ് ഇംഗ്ലണ്ടിലെ പഠന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ഇംഗ്ലീഷുകാർ പാരീസ് സർവകലാശാലയിൽ ഉപരിപഠനം നടത്തുന്നത് 1167 ഹെൻറി രണ്ടാമൻ രാജാവ് തടഞ്ഞതോടെ ഓക്സ്ഫോർഡ് ഉപരിപഠന രംഗത്ത് അതിവേഗം വളർന്നു. യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ലൈബ്രറികളിൽ ഒന്നാണ് ബോഡ്ലിയൻ ലൈബ്രറി. 1.25 കോടിയിലധികം പുസ്തകങ്ങളും കയ്യെഴുത്തു പ്രതികളും ഈ ലൈബ്രറിയിൽ ഉണ്ട്. The Church of St. Mary the Virgin is located on your right, and the Bodleian Library is located to your left. പ്രതികൂല കാലാവസ്ഥകളിൽ പുസ്തകങ്ങളും രേഖകളും യൂണിവേഴ്സിറ്റിയുടെ മറ്റ് കെട്ടിടങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഭൂഗർഭ ടണലുകൾ നിർമ്മിച്ച് അതിലൂടെയുള്ള കൺവെയർ ബെൽറ്റുകൾ വഴിയാണ് അവ കൊണ്ടുപോയിരുന്നത്. ലൈബ്രറിയുടെ പരിസരത്ത് തന്നെയാണ് കന്യകാമറിയത്തിൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റി ദേവാലയം. A tunnel under Broad Street connects the old and new Bodleian buildings and originally contained a pedestrian walkway, a mechanical book conveyor, and a pneumatic lamps and tube system which was used for book orders. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ കോളേജ് മന്ദിരങ്ങൾ നടന്നു കണ്ടു. അവിടുത്തെ ഒരു സുവനീർ കടയിൽ കയറി ഒരു ചെറിയ മാഗ്നറ്റിക് സുവനീറും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ മുദ്ര ആലേഖനം ചെയ്ത ഒരു ജാക്കറ്റും വാങ്ങി. The next day we hopped on the tube at Piccadilly Circus Station and went to the British Museum. To experience everything inside the museum, we must spend a minimum of 1 full day. അടുത്ത ദിവസം ലണ്ടൻ നഗരത്തിലെ വിവിധ കാഴ്ചകൾ ഞങ്ങൾ തന്നെ സ്വയം പ്ലാൻ ചെയ്ത് പോകാനുള്ളതാണ്. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ട്യൂബിൽ കയറി നേരെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് യാത്രയായി. As it possesses a significant collection of works that are dedicated to human history, art and culture. പ്രധാന ഭാഗങ്ങളിലേക്കൊക്കെ പ്രവേശനം സൗജന്യമാണ്. ശരിക്കും ഒരു മുഴുവൻ ദിവസവും നടന്നു കാണുവാനുള്ളതൊക്കെ മ്യൂസിയത്തിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷുകാരനായ ഞങ്ങളുടെ ടൂർ ഗൈഡ് പറഞ്ഞത് മനസ്സിലോർത്തു. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് ബ്രിട്ടീഷ് പൗരന്മാരെ കാണാൻ കഴിയില്ല. മറിച്ച് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും എത്തിയവർ അവരുടെ നാട്ടിൽ നിന്നും മുൻപ് കാണാതായ വിലപിടിപ്പുള്ള വസ്തുക്കൾ അവിടെ തിരഞ്ഞു നടക്കുന്നുണ്ടാവും. അയാൾ തന്നെ അത് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഞാനത് പറയുന്നതിൽ അപാകതയുണ്ടെന്ന് തോന്നുന്നില്ല. അയാൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ, അട്ടിമറിയിലൂടെ, ചതിയിലൂടെ ഒക്കെ കടൽ കടത്തി കൊണ്ടുവന്ന വിലപിടിപ്പുള്ളതൊക്കെയും അവിടെ നമുക്ക് കാണാം. ഗ്രീസിൽ നിന്നും ഇറാഖ്, ഇറാൻ, ഈജിപ്റ്റ് തുടങ്ങി ആഫ്രിക്ക, ഇന്ത്യ, ശ്രീലങ്ക, മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, മറ്റ് ചെറുദ്വീപുകൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നതൊക്കെയും നമുക്ക് അവിടെ കാണാം. ടിപ്പു സുൽത്താൻ്റെ പ്രശസ്തമായ വാൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ടു. നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള കോഹിനൂർ രത്നം നിരവധി ബ്രിട്ടീഷ് രാജ്ഞിമാരുടെ കിരീടത്തിൽ അലങ്കാരമായി തിളങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴത് ലണ്ടനിലെ ആഭരണ പ്രദർശന മ്യൂസിയത്തിലാണ് ഉള്ളത്. After almost 3 hours, we exited the museum. After lunch, we took another tube to get near the river Thames. We arrived at London Bridge Station, crossed the road and made it to the banks of the river Thames. The London Bridge is visible behind us. CE 43 മുതൽ റോമൻ ഭരണം ഇവിടെ ഉണ്ടായിരുന്ന കാലം മുതൽക്ക് തന്നെ ഈ സ്ഥലത്ത് നിരവധി പാലങ്ങൾ വന്നിരുന്നു. ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളും തടിപ്പാലങ്ങളും ആയിരുന്നു. Since the Roman Empire, there have been many bridges in the same area. അവിടെ നിന്നും തേംസ് നദിക്കരയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ HMS ബെൽഫാസ്റ്റ് എന്ന ഒരു യുദ്ധക്കപ്പൽ നങ്കൂരമിട്ട് കിടക്കുന്നത് കാണാം.
രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു യുദ്ധക്കപ്പൽ ആണിത്. അതിപ്പോൾ ഒരു മ്യൂസിയമാണ്. This warship played an important role in destroying the German warship Scharnhorst. Now this is a museum. യുദ്ധത്തിൽ ജർമ്മനിയുടെ ഷാൻഹോസ്റ്റ് എന്ന യുദ്ധക്കപ്പലിനെ മുക്കിക്കളയുന്നതിൽ HMS ബെൽഫാസ്റ്റ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. We are traversing the Queen's Walkway on the Thames banks. The famous London Tower Bridge is visible here. തെംസ് നദിക്കരയിലൂടെയുള്ള നടപ്പാതയ്ക്ക് ക്വീൻസ് വാക്ക്വേ എന്നാണ് പേര്. അതിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ പ്രശസ്തമായ ലണ്ടൻ ടവർ ബ്രിഡ്ജ് കാണാം. 1886 1894 മധ്യേയാണ് ഈ മനോഹരമായ പാലത്തിൻ്റെ നിർമ്മാണം നടന്നത്. Between 1886 and 1894, this bridge was constructed. This beautiful structure is a landmark in London town. We got on another tube and travelled to Greenwich, which is situated on the southeast part of London. അവിടെ ആദ്യം കട്ടിസാർക്ക് എന്ന ചരിത്ര പ്രാധാന്യമുള്ള പായ്ക്കപ്പൽ കാണാൻ പോയി. നിർഭാഗ്യവശാൽ സമയം കഴിഞ്ഞതിനാൽ ഉള്ളിൽ കയറാൻ കഴിഞ്ഞില്ല. ഒരു ഭാഗത്തായി ഗ്രീനിച്ച് ടണൽ കാണാം. കട്ടിസാർക്ക് ഇപ്പോൾ ധാരാളം സന്ദർശകർ എത്തുന്ന ഒരു മ്യൂസിയമാണ്. ചൈനയുമായുള്ള തേയില വ്യാപാരത്തിനാണ് 1869 കട്ടിസാർക്ക് എന്ന ഈ കപ്പൽ നിർമ്മിച്ചത്. അക്കാലത്തെ ഏറ്റവും വേഗതയുള്ള പായ്ക്കപ്പൽ ആയിരുന്നു കട്ടിസാർക്ക്. Katisark was built in 1869 specifically to serve the China tea trade, to meet the demand in Victorian Britain for fine black tea. തേംസ് നദിക്ക് അടിയിലൂടെ ഗ്രീനിച്ചിനെയും ലണ്ടൻ ബൊറോ ഓഫ് ടവർ ഹാംലറ്റ് എന്ന ഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ടണലാണിത്. Katisark was the fastest ship on the wool trade for 10 years. കട്ടിസാർക്ക് പുറമേ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് ഞങ്ങൾ നടത്തം തുടർന്നു. നടന്നെത്തിയത് ഗ്രീനിച്ച് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. Inside this campus, we saw numerous prestigious colleges, including Trinity Music and Dance College, which was once Royal Naval College. പഴയ റോയൽ നേവൽ കോളേജ് ഇപ്പോൾ ട്രിനിറ്റി ഡാൻസ് ആൻഡ് മ്യൂസിക് കോളേജാണ്. അതിനടുത്തുകൂടി നടന്നപ്പോൾ കോളേജിനകത്തു നിന്ന് കാതിനിമ്പം നൽകുന്ന ചെല്ലോ വായന കേൾക്കുന്നു. പ്രൗഢിയുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുൾവശം എന്താണെന്ന് ഇവിടെ നിന്നാൽ നമുക്ക് മനസ്സിലാക്കാം. Then we walked ahead and saw the Royal Observatory. From 1884 to 1974, the Greenwich Meridian was the international standard prime meridian used worldwide for timekeeping and navigation. ഈ സ്ഥലത്തു കൂടിയാണ് പ്രൈം മെറിഡിയൻ അഥവാ ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത്. ഭൂമിയെ പശ്ചിമാർദ്ധഗോളമെന്നും പൂർവാർദ്ധഗോളമെന്നും രണ്ടായി വേർതിരിക്കുന്നത് ഈ രേഖയെ അടിസ്ഥാനമാക്കിയാണ്. Since the late 19th century, the prime meridian at Greenwich has divided the eastern and western hemispheres of the earth. ദൂരെ ലണ്ടൻ നഗരം കാണാം. അടുത്ത ട്യൂബിൽ കയറി ആ നഗരമധ്യത്തിലേക്കുള്ള ഹോട്ടലിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. We are now moving towards the city centre to our hotel room and will continue our journey to Scotland tomorrow.